ഇന്നത്തെ റെസിപ്പി ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഇൻസ്റ്റൻറ്റ് പ്ലം കേക്കാണ്. ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള എഗ്ഗും ബട്ടറും അതുപോലെ തന്നെ ഓവനും ബീറ്ററും ഒന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ ആൽമണ്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ ഡേറ്റ്സ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ റൈസിൻസ്, ബ്ലാക്ക് റൈസിൻസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. 3 ടേബിൾ സ്പൂൺ ചെറി കട്ട് ചെയ്തത്, 3 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി, 1 ടേബിൾ സ്പൂൺ പംകിൻ സീഡ് ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തുന്നേ ഉള്ളൂ. പിന്നെ 3 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം ഒന്നുകൂടി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതെല്ലാം കൂടിയിട്ട് 1.5 കപ്പോളം ഉണ്ട്. ഇൻസ്റ്റൻറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ ഇത് സോക്ക് ചെയ്യാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് കാഷ്യൂനട്ട് ഒഴികെയുള്ള ബാക്കി എല്ലാ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. മാക്സിമം 2 മിനിറ്റ് നേരം. അതിനുള്ളിൽ തന്നെ ഇതെല്ലാം വെള്ളമൊക്കെ വറ്റിയിട്ട് വരാൻ തുടങ്ങും. ഇപ്പോൾ ഇതേ 1.5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്ട്രോബെറിയുടെ 1 ടേബിൾ സ്പൂൺ ജാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയായി വരുന്നതുവരെ ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ചെയ്യേണ്ടത് കേക്കിന് വേണ്ടിയിട്ടുള്ള കാരമൽ സിറപ്പ് റെഡിയാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, ഇളക്കി കൊടുക്കാനും പാടില്ല. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് മെൽറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതേ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൈയൊന്നും പൊള്ളരുത്. അതേപോലെ തന്നെ ഇത് വെള്ളം ഒഴിച്ച സമയത്ത് കട്ട കെട്ടും. അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ അതെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് നല്ലൊരു കാരമൽ സിറപ്പ് നമുക്ക് കിട്ടും. ഒരു 3-4 മിനിറ്റ് നേരം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതേ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഇപ്പോൾ കുറച്ചൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഒരു 4 മിനിറ്റ് നേരം ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ടോട്ടൽ കണ്ടില്ലേ, ഈ ഒരു അളവിലുള്ള കാരമൽ സിറപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കളർ നല്ല പാകമാണ് കേക്കിന്. നിങ്ങൾക്ക് നല്ല ഡാർക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ഡാർക്ക് ബ്രൗൺ ആവുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്പൈസസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതുപോലെ തന്നെ പഞ്ചസാരയും ഒന്ന് പൊടിച്ച് റെഡിയാക്കി വയ്ക്കാം. ഞാനിപ്പോൾ ഹോൾ സ്പൈസസ് ഇങ്ങനെ പൊടിച്ചെടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാതും സെപ്പറേറ്റ് ഒരു 1/4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താലും മതി. അപ്പം ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ചെറിയ 2 പീസ് പട്ട, അതുപോലെ ഒരു നട്ട്മഗിൻ്റെ ഒരു 1/3 ഭാഗം, പിന്നെ ഒരു 3 അല്ലെങ്കിൽ 4 കരയാമ്പൂ, അതേപോലെ തന്നെ 3-4 ഏലക്കായ എടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എങ്കിലും ഇതിൽ ചെറിയ തരികളൊക്കെ കിടക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഫൈൻ പൗഡറായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. ഞാനിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നന്നായിട്ട് ഫൈൻ പൗഡറായി പൊടിഞ്ഞ് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ കേക്കിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും. അതായത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് പൊടിച്ച് നല്ല ഫൈൻ പൗഡർ മാതിരി കിട്ടിയിട്ടുണ്ട്. ഇനി കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുന്നത് നമ്മൾ എഗ്ഗൊന്നും ചേർക്കാത്തത് കൊണ്ടാണ്. ഇനി ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പാച്ചുലയോ യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം ബട്ടർ ചേർക്കാം, പക്ഷെ നമ്മളിപ്പോൾ ബട്ടർ ഇല്ലാതെ ചെയ്യുന്നതുകൊണ്ടാണ് ഓയിൽ ചേർത്ത് കൊടുത്തത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മറ്റൊരു ബൗളിലേക്ക്
1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ മസ്റ്റാണ് നമ്മൾ തൈര് ചേർക്കുന്നത് കൊണ്ട്, എങ്കിലേ ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് പൊങ്ങിയിട്ടൊക്കെ വരുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില പൗഡർ ചേർക്കുന്നുണ്ട്. വാനില എസൻസ് ആണ് ചേർക്കുന്നതെങ്കിൽ തൊട്ട് മുന്നിലുള്ള സ്റ്റെപ്പിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഒരു അരിപ്പ വെച്ച് ഇതുപോലെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ടത് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇത് പതിയെ ഒരേ ഡയറക്ഷനിലേക്ക് മാത്രമായിട്ട് ഒന്ന് പതിയെ മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് മിക്സ് ചെയ്തെടുക്കരുത്. ഒരു 2 മിനിറ്റ് നേരം മാത്രം മിക്സ് ചെയ്തെടുക്കുക. ഇനി കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിന്ന് ഞാൻ അല്പം ഓയിലൊക്കെ തേച്ചൊന്ന് ഗ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് ഇറക്കി വെക്കുന്നുണ്ട്. സൈഡിലും ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക കേട്ടോ വേണമെങ്കിൽ. ഇനി ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അല്പം മൈദ അതിൻ്റെ മുകളിലേക്കും തൂവി കൊടുത്താലും മതി. ബാറ്റർ മുഴുവനായിട്ടും ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ട് ഞാൻ ഒരു പഴയൊരു പാനാണ് കേട്ടോ അത്. ഇതൊരു 10 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു മീഡിയം ഫ്ലെയിമിൽ. ഇനി ഇതിലേക്ക് ഒരു റിങ് ഇതുപോലെ ഇറക്കി വെക്കാം. ഡയറക്റ്റ് കേക്ക് ടീൻ ഇതിൽ വെക്കരുത്, അടിഭാഗം കരിഞ്ഞു പോവും. അപ്പോൾ എപ്പോഴും കുറച്ച് ഹൈറ്റിൽ വെക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ബാറ്റർ നിറച്ചിട്ടുള്ള കേക്ക് ടീന് വെക്കാം. ഇനി നല്ലതുപോലെ ടൈറ്റായിട്ട് അടച്ചു വെക്കാൻ പറ്റുന്ന ലിഡ് വെച്ചിട്ട് അടച്ചു വെക്കണം. ഒട്ടും ചൂട് പുറത്ത് പോവരുത്. അതേപോലെ തന്നെ എൻ്റെ ഈ ലിഡിന് ചെറിയൊരു എയർ ഹോൾ ഉള്ളത് കൊണ്ട് ഞാൻ ഒരു പേപ്പർ വെച്ചിട്ട് അത് കവർ ചെയ്തിട്ടുണ്ട്. ചൂട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഈർപ്പൊക്കെ വന്നിട്ട് ആ വെള്ളമൊക്കെ കേക്കിൽ ഒട്ടി വീഴും. അതുകൊണ്ടാണ് നല്ല ടൈറ്റായിട്ടുള്ള ലിഡ് തന്നെ വേണമെന്ന് പറയുന്നത്. ഈ ലോ ഫ്ലെയിമിലിട്ടിട്ട് മിനിമം ഒരു 45 മിനിറ്റ് നേരമെങ്കിലും നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരും. ഓവനിൽ ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരു 45 മിനിറ്റ് നേരം കൊണ്ട് കേക്ക് ബേക്ക് ആവാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടൈം എടുക്കും. നമുക്ക് നോക്കാം. ലാസ്റ്റ് ഞാൻ പറഞ്ഞു തരാം എത്ര ടൈമായി എന്ന്. ഇപ്പോൾ ഒരു 30 മിനിറ്റ് സമയമായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുന്നേ ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം താഴോട്ട് വീണ് പോകും. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇത് ഇട്ട് കൊടുക്കുന്നത്. 30 മിനിറ്റിന് മുന്നേ നിങ്ങൾ തുറന്ന് നോക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ സെൻറ്റർ ഭാഗം താഴ്ന്നു പോവും. പകുതി ഒന്ന് വെന്തതിന് ശേഷം മാത്രം ചെയ്യാം. ഇപ്പോൾ 50 മിനിറ്റ് ടൈം ആയിട്ടുണ്ട്. ലിഡ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്ക് കുത്തി നോക്കാം കേക്ക് വെന്തോ എന്ന്. ഇപ്പോൾ ഇത് ചെറുതായിട്ട് സ്റ്റിക്കിലൊക്കെ ഇങ്ങനെ ഒട്ടുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടി ഇത് വേവിക്കാൻ വേണ്ടി വെക്കാം. വീണ്ടും ഒരു 10 മിനിറ്റ് നേരം കൂടെ ഞാൻ ഇത് വേവിച്ചിട്ടുണ്ട്. വീണ്ടും ഇതുപോലെ തന്നെ ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്ക് കുത്തി നോക്കാം. ഇപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ടൂത്ത് പിക്കിലൊന്നും അത് സ്റ്റിക്കായി നിൽക്കുന്നില്ല. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാൻ. ടോട്ടൽ ഞാനിപ്പോൾ ഇവിടെ 1 മണിക്കൂർ നേരമാണ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ടൈം. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാനൊരു 30 മിനിറ്റ് തുറന്നത് കൊണ്ട് ഓവനത്തെ ടൈം വെച്ചിട്ടാണ് തുറന്നത്. പക്ഷേ ആ ഒരു ടൈമിൽ തുറന്നുകൊണ്ടതിൻ്റെ സെൻറ്റർ ഭാഗം കുറച്ച് കുഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 40 മിനിറ്റ് ആവാതെ തുറന്ന് നോക്കരുത് ഇങ്ങനെ ബേക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഓരോരുത്തരുടെ സ്റ്റൗവും അതുപോലെ ബർണറിൻ്റെ സൈസും അനുസരിച്ചിട്ട് ബേക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിവിടെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറിയ ബർണറിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുത്തത്. അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത്. ഇത് ചൂടാറിയാൽ നമുക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ക്രിസ്മസിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് നമ്മൾ ഒതൻറ്റിക്കായിട്ട് രീതിയിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് ഉണ്ടാക്കുന്ന പ്ലം കേക്കിൻ്റെ കുറച്ച് പെർഫെക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായമൊക്കെ പറയാം. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ.